ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ എനിക്കൊരു പുതിയ തോന്നിയപ്പോൾ ഞാൻ വെച്ചു കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏപ്രിലൊക്കെ ആയില്ലേ, അപ്പോൾ വിഷു ആണ് വരാൻ പോണത്. അപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഇനിയാണെങ്കിൽ സമയം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്, ഏപ്രിൽ എന്ന് പറഞ്ഞ മന്ത് ഫുൾ ഓഫ് കല്യാണങ്ങളാണ്. 3 കല്യാണമുണ്ട് നമുക്ക്. 5-ാം തീയതി, 16-ാം തീയതി, 20-ാം തീയതി. ഇത് മൊത്തം കല്യാണങ്ങളാണ്. അതിൻ്റെ ഇടയിലാണ് വിഷു. അപ്പോൾ നമുക്ക് കിച്ചണൊന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങളും, ആ 2 റാക്കിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഹോർലിക്സിൻ്റെ കുപ്പിയാന്നൊക്കെ വിചാരിച്ച്, ഹോർലിക്സ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് തുറന്നതാണ്. അതിൽ മഞ്ഞൾപ്പൊടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അടുക്കളയിൽ നിന്ന് എനിക്കൊരു സ്പ്രേൻ്റെ കുപ്പി കിട്ടി. സത്യം പറഞ്ഞാൽ അതിലൊന്നുമില്ല, നല്ല സ്മെല്ലാണ് അതിന്. അതുകൊണ്ട് അവിടെ വെച്ചുള്ളതാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2 ചികിടുമണികൾ വന്നത്. ആദ്യം കാണിച്ചത് എൻ്റെ പാപ്പൻ്റെ ഉണ്ണിയാണ്. രണ്ടാമത് കാണിച്ചത് എൻ്റെ സ്വന്തം അനിയനാണ്. അങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സോപ്പിൻ്റെ വെള്ളമില്ലേ, അത് ഞാൻ കുപ്പിയിലാക്കി വെച്ചതാണ്. അതിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റണില്ലേ, അതുകൊണ്ട് ഞാൻ ആ ട്യൂബ് കൊണ്ട് തന്നെ ഇങ്ങനെ തെളിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ പാത്രം കാണുന്ന സാധനമില്ലേ, അതെടുത്തിട്ട് അങ്ങനെ ഉരച്ച് ഇതാ സെറ്റാക്കി. നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം ഉരച്ചു. എന്നിട്ട് ഞാൻ അവിടെ സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഞാനിത് എഴുതുന്ന ടൈമിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തോ. അതൊരു വലിയ ജോലി ഒന്നുമല്ലല്ലോ, വെറുതെ അതൊന്ന് ഞെക്കുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്തോ. എന്നിട്ട് പിന്നെ ഞാൻ തുണി എടുത്ത് നനച്ച് നല്ല രീതിയിൽ ഞാൻ തുടക്കുന്നുണ്ട്. നമ്മൾ ഈ കാറും ബൈക്കും പാത്രങ്ങളൊക്കെ കഴുകണ പോലെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തുടച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വയ്യാണ്ടായി. അപ്പം ഞാൻ ഒരു മെലഡി എടുത്ത് കഴിച്ചു, ആരും കാണാണ്ട്. അങ്ങനെ അതൊക്കെ കളഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് വയ്യാണ്ടായി, പിന്നെയും ഞാൻ തുടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഒന്ന് പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. തുടയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയുമ്പോൾ ഇങ്ങനെ വെള്ള കളർ പോലെ വരിക. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഉരച്ചു. അവിടെ മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് അവിടെ നല്ലോണം തുടച്ചു. ഫസ്റ്റത്തെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഉരയ്ക്കുമ്പോൾ കുറച്ചധികം വെള്ള കളർ വന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സാധനമൊക്കെ എടുത്ത് വലിയതിൽ ഉരച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ. ഞാൻ കുറേ ഇട്ട് ഉരച്ചു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ വെറുതെ തുണി നനച്ചിട്ട് തുടയ്ക്കുമ്പോൾ ചെറുതായിട്ട് വെള്ള കളർ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നിട്ട് പാത്രം കഴുകുന്ന സാധനം എടുത്തിട്ട് വലിയതിൽ ഉരച്ച്. അപ്പം നല്ലോണം വെള്ള കളർ വരാൻ തുടങ്ങി. കണ്ട ആ സാധനത്തുമ്പോൾ വരെ നല്ല വെള്ള കളർ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ തുടച്ചു. അമ്മോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോഴും അമ്മ തന്നെ അറിയാം. അങ്ങനെ പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണിയൊക്കെ എടുത്ത് തുടച്ചു. അപ്പോൾ അതുമ്മലും വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ അതൊക്കെ തുടച്ച് ഫുള്ള് സെറ്റാക്കി. എനിക്ക് പിന്നെയും വയ്യാണ്ടായി. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെയിം പൊസിഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് ക്യാമറ. എന്നിട്ട് ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ പിന്നെയും തിരിച്ച് കയറ്റാണ്. ഫസ്റ്റ് ഹോർലിക്സ് വെച്ചു. ഹോർലിക്സിൻ്റെ ഡെപ്പ വെച്ചു. പിന്നെ ഞാൻ ഹാൻഡ് വാഷ് വെച്ചു. 2 ഹാൻഡ് വാഷ് ഒരുമിച്ച് വെച്ചിട്ട് അതൊക്കെ ഞാൻ തുടച്ചൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രേയുടെ ബോട്ടിലും പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുഞ്ഞി ഡപ്പ ഉണ്ടായിരുന്നില്ലേ, അതും പിന്നെ വസിയുടെ പാൽ കുടിക്കുന്ന സ്റ്റീലിൻ്റെ സാധനം, നമ്മൾ വെള്ളമൊക്കെ കൊടുക്കില്ലേ, അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.